ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ എൻ്റെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അവൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഒപ്പിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇത് അനിയത്തി തന്നെയാണ് ഓർഡർ ചെയ്തത് ഓൺലൈനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തത് ഞാനും ഹസ്ബൻഡും കൂടെയാണ്. വലിയ ഡെക്കറേഷനൊന്നുമല്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് പുതിയ വീടാണ്. ഒരു വീട് വെച്ചിട്ട് 1 വർഷമൊന്നും ആയിട്ടില്ല, 4-5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു സ്ഥിര താമസം എന്ന് പറഞ്ഞാൽ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇവിടെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ വന്നിട്ട് പോകാറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ദിവസത്തെ അവധിയും ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വന്ന് കയറുമ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ഹാളിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് കാണും. അങ്ങനെ അത് ഞങ്ങൾ മുകളിലത്തെ നിലയിലെ ഹാളിലാണ് ഡെക്കറേറ്റ് ചെയ്തത്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ സമയമാകുമ്പോൾ അവളെ കൊണ്ടുവരാമെന്നായിരുന്നു പ്ലാനിങ്. അങ്ങനെ ഈ കൊണ്ടുവരുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കണ്ണ് കുത്തി കൊണ്ടുവരുന്നതാണ് എൻ്റെ മോൻ. തൊട്ട് ബാക്കിൽ നിന്ന് വരുന്ന എൻ്റെ മോളും അനിയത്തിയുടെ മോനും കൂടിയാണ്. ശരിക്കും കുട്ടികൾക്ക് 4 പേർക്കും കണ്ടപ്പോൾ ഇത് വലിയൊരു സന്തോഷമായി കേട്ടോ. കാരണം ഇങ്ങനെ ബലൂണ് പെരുക്കിയതോ ഇതൊന്നും ഇവരാരും അറിഞ്ഞതല്ല. ഞങ്ങൾ ഈ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത്. പക്ഷേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അബില വന്ന ഉടനെ തന്നെ ഇവർ അവരോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അവരെ എല്ലാവരും ഒളിപ്പിച്ചാണ് ഈ ഒരു കാര്യം ചെയ്തത്. എന്തായാലും കേക്ക് കട്ട് ചെയ്യുമെന്നുള്ളത് അവൾക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു ഡെക്കറേഷൻ ഉണ്ടാവും എന്നുള്ളത് ചിലപ്പോൾ അവൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല. ചെറിയ രീതിയിലുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും അവൾ വളരെയധികം ഹാപ്പിയായി. അങ്ങനെ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ പപ്പയും അമ്മയൊക്കെ വിളിക്കുകയാണ്. അനിയനെ വിളിച്ചിട്ട് പോയില്ല കേട്ടോ. അവൻ ഇപ്പുറത്തോട്ട് മാറി നിന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഇത് അവളുടെ അനിയനാണ്. അനിയൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്യുന്ന തിരക്കിലാണ്. ഈ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനിൽ അബില എന്തായാലും ഹാപ്പിയായി. അതോടൊപ്പം ഞങ്ങളുടെ മക്കൾ ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ വീട് ഈ അബിലയുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവർ പോലും അറിഞ്ഞില്ല ഞങ്ങൾ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമ്മളോട് പോലും പറഞ്ഞില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു എന്തായാലും ചെറിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്ന വിധത്തിലാക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.